വ്യാസവംശോദ്ധാരണി സഭ വക ചെറായി രക്തേശ്വരി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് അമൃതഭോജനം നടന്നു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. അവർണരുടേതായിട്ടുള്ള അവർണ സവർണ വ്യത്യാസം ഉണ്ടായിരുന്ന സമയത്ത് അവർണരുടേതായിട്ടുള്ള ഒരു കുടുംബക്ഷേത്രം വരുന്നത്. പിൽക്കാലത്ത് അതിൽ ഇവിടെ ആന വെച്ച് ഉത്സവം നടത്തി. ആ അവർണരായിട്ടുള്ള ഒരു ആന വെച്ച് ഉത്സവം നടത്തിയതിന് വില്ലേജ് ഓഫീസർ അതിന് കേസ് വരെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് രണ്ടാമത് കൊച്ചി രാജാവിൻ്റെ പ്രത്യേക അനുമതിയോടുകൂടിയാണ് 10 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഉത്സവം നടത്തിയിട്ടുള്ളത്. ഇവിടെ പിൻകാലത്ത് ഉള്ള ബാക്കി ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും ഒരുമിച്ച് സംഘടിച്ചുകൊണ്ട് ഇവിടെ ഉത്സവം നടത്തി. ഇപ്പോൾ ഇത് ഒരു സഭയുടെ കീഴിലാണ് ഇവിടെ നടന്നു പോകുന്നത്. പല മഹാരഥന്മാരും ഇവിടെ നേരത്തെ കാലത്ത് ഉത്സവ സമയത്ത് ഇവിടെ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർണർക്ക് ആദ്യമായിട്ട് ആന വെച്ച് ഉത്സവം നടത്താൻ ഒരു ഇടം വൈപ്പും കരയിൽ കിട്ടിയത് അമ്പലമായിരുന്നു. ആ ഒരു ആഘോഷത്തിൻ്റെ പേരിൽ ഇന്നും അതായത് ഈ അഴീക്കൽ ശ്രീ വാരാഹ ദേവസ്യത്തിൽ നിന്ന് ഒരു പ്രത്യേക അംഗീകാരം, അതായത് കൊച്ചി അവർക്ക് നൽകിയ ഒരു കോംപ്ലിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നും അവിടുത്തെ ചില ആചാരങ്ങളിൽ ഈ സഭയുടെ ആളുകൾക്കും പങ്കെടുക്കാൻ പ്രത്യേക ഒരു അനുവാദമുണ്ട്. പിന്നെ ഇപ്പോൾ ഉത്സവം നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്ലേശമായിട്ടുള്ളൊരു കമ്മിറ്റി എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ദിവസം കൊണ്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയാണ് ചെയ്തത്. എന്നാലും വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളും അനുഭവിച്ചിട്ടാണെങ്കിലും അവർ വളരെ ഭംഗിയോടുകൂടി ആ ഉത്സവം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കും. അതിൻ്റെ മുന്നോടിയായിട്ട് ഒരു ഭക്തയുടെ ഇന്നത്തെ ഈ അന്നദാനം നടത്തുന്നത് ഇതിനോട് സ്നേഹമുള്ള ഒരു ഭക്തയായിട്ടുള്ള മിനി സുനിലിൻ്റെ വക ഒരു സംഭാവനയാണ്. അങ്ങനെ പലരും നമ്മൾ ആവശ്യപ്പെടാറുണ്ട് തന്നെ. നമ്മൾ ചെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് തരാൻ തയ്യാറായിട്ടും ഇന്നും ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് പോകാൻ ഇവിടെ ആളുകളില്ല എന്നുള്ളൊരു കുറവേ ഉള്ളൂ. ഇന്ന് ചെന്ന് ചോദിച്ചാൽ ആരും ഞങ്ങളോട് ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതാണ് ഈ അമ്പലത്തെക്കുറിച്ച് എനിക്കിപ്പോൾ ചെറുതായിട്ട് പറയാനുള്ളത്. പക്ഷേ എൻ്റെ പേര് ശശിധരൻ. ഞാനാണ് ഇപ്പോൾ ഇതിൻ്റെ ഈ സദ്യയുടെ, അതായത് ഇവിടെ ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയിൽ എനിക്ക് ചാർജ് ഈ സദ്യയുടെ ഇതിൻ്റെ ചാർജ് എനിക്കുണ്ട്. എൻ്റെ കൂടെ വേറെ 4 പേരും കൂടി ഉണ്ട്. ആ കമ്മിറ്റി വേറെ ഉണ്ട് എങ്കിലും അതിൻ്റെ ചാർജ് എന്ന നിലക്ക് എനിക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. പക്ഷേ എന്നൊരിക്കലും ഞാൻ ഈ കമ്മിറ്റിയിലുള്ള ആളില്ല, കമ്മിറ്റിയിലൊന്നുമില്ല. പക്ഷേ ഈ അമ്പലത്തിനോടുള്ള സ്നേഹവും ഇതിനോടുള്ള ആ കടപ്പാടും എനിക്ക് എൻ്റെ ജീവിതത്തിലുള്ള അനുഭവം വെച്ച് എനിക്ക് മറക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിതിൽ അവരുടെ കൂടെ സഹകരിച്ചു പോയത്.